എല്ലാവർക്കും ഹായ് ഇംഗ്ലീഷിൻ്റെ പുതുവർഷ ആശംസകൾ. സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ 2024 ആദ്യ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമെല്ലാം നല്ലതിനു മാത്രം. ബാലചന്ദ്ര മേനോൻ. ഇദ്ദേഹത്തെ അറിയാത്തവരായി കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു. ഒരേ സമയം സിനിമയിൽ സംവിധാനവും തിരക്കഥയും ഗാനരചനയും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിളിക്കാം. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പുതുവർഷ ആശംസകൾ നേരുന്ന ഒരു പോസ്റ്റായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒരു മുൻകാല അടിപൊളി ഫോട്ടോയും അതിനോടൊപ്പം ഒരു വാക്യവും ചേർത്തിരുന്നു. ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന് മാത്രം. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. നമുക്കിന്ന് അതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം നല്ലതിനു മാത്രം. എവറിത്തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ആൻഡ് വാട്ട് ഈസ് അബൌട്ട് ടു ഹാപ്പൻ ഈസ് ഓൾ ഫോർ ഗുഡ്. എന്താണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്? This sentence suggests that all past, present and future events are ultimately positive or beneficial. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നാം. ഇപ്പോൾ എവറിത്തിങ് ദാറ്റ് ഹാസ് ഹാപ്പൺ, വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ആൻഡ് വാട്ട് ഈസ് അബൌട്ട് ടു ഹാപ്പൺ. ഇപ്പം 3 ചെറുവാക്യങ്ങളെ ഒരുമിച്ചല്ലേ ചേർത്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈസ് ഓൾ ഫോർ ഗുഡിന് പകരം ആർ ഓൾ ഫോർ ഗുഡ് എന്നല്ലേ വരേണ്ടത്? അല്ല, ഈസ് തന്നെയാണ് അവിടെ ശരിയായിട്ടുള്ള വാക്ക്. എന്തുകൊണ്ടാണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ സിംഗുലർ ഐഡിയ ദാറ്റ് എവറിത്തിങ് ഈസ് ഫോർ ഗുഡ്. തുടക്കത്തിൽ ശ്രീ ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിശേഷിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്താണ് ആ ഫ്രേസിൻ്റെ മീനിങ്? എ പേഴ്സൺ ഹൂ ക്യാൻ ഡു മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. ക്ലിയർ ആയോ?